എല്ലാവരെയും ആക്രമിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ ടി വി. ഇപ്പോൾ റിപ്പോർട്ടർ കരച്ചിലാണ്, കാരണം വെള്ളാപ്പള്ളി ആക്രമിച്ചു. എല്ലാവർക്കും ഒരു കാലനുണ്ട്. റിപ്പോർട്ടറുടെ കാലനായിട്ട് വെള്ളാപ്പള്ളി വന്നു എന്ന് പറഞ്ഞാൽ മതി. കാരണം റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന ചാനൽ കുറച്ചു കാലമായി മലയാള മാധ്യമരംഗത്തെയും മലയാള പൊതുസമൂഹത്തെയും വല്ലാതെ മലീമസമാക്കുന്നൊരു ചാനലാണ്. എത്ര നിന്ദ്യമായ വൃത്തികെട്ട കാമ്പയിനുകൾ, വൃത്തികെട്ട വ്യാജ പ്രചാരണങ്ങളൊക്കെയാണ് ആ ചാനലിലിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ മീഡിയ വൺ എന്ന് പറയുന്ന സുഡാപ്പി മൗദൂദി ചാനൽ നടത്തുന്നതിനേക്കാളും വില കുറഞ്ഞ വർഗീയത, വില കുറഞ്ഞ വ്യാജ വാർത്തകളുടെ നിർമ്മാണ ഫാക്ടറി ആയിട്ട് ആ ചാനൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ബാലൻസിങ്ങിന് ഒരു സുജയ പാർവതിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ആ ചാനലിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ CPM-ന് വേണ്ടി വ്യാജ വാർത്തകൾ ഉണ്ടാക്കുക, സംഘപരിവാറിനെ എതിരെ വ്യാജമുണ്ടാക്കുക. ഇങ്ങനെ വ്യാജമാണ്. കാരണം അവരുടെ ആ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ അതിനൊക്കെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും പോകുന്നില്ല. ഈ ചാനൽ എങ്ങനെ വന്നു, ചാനലിൻ്റെ പിന്നിൽ ആരാണ്, ചാനലിൻ്റെ ആളുകൾക്കെതിരെയുള്ള ട്രീ കട്ടർ എന്ന് പറയുന്ന ഒരു വിവാദം, ഇങ്ങനെ എന്താണ് അനാശാസ്യമായ പ്രവണതകൾ മാധ്യമരംഗത്ത് മലയാളത്തിൽ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ചാനൽ റിപ്പോർട്ടറാണ്. നമുക്കറിയില്ലേ, അർജുനൻ മറ്റേ മംഗലാപുരത്ത് പുഴയിൽ ട്രക്ക് വീണ, അതിലൊക്കെ എന്താണ് ആ മൊട്ടത്തലയൻ റിപ്പോർട്ടർ, അത് ബോഡി ഷേമിംഗ് അല്ല, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം അതായത് നമുക്ക് തലയ്ക്കകത്തും എനിക്കും പുറകിൽ കഷണ്ടിയുണ്ട്, ഞാനും ഭാഗികമായി മൊട്ടത്തലയനാണ്. പക്ഷേ തലയ്ക്കകത്തും കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമാണ്. കോമൺ സെൻസ് ഇല്ലാതെ അവിടെ പെരുമാറിയിട്ട് എന്താണ് നാട്ടുകാരും പോലീസുകാരും പഞ്ഞിക്കിടുന്ന സ്ഥിതി വന്നു. അത് ഞാൻ ഓർക്കുന്നത് നമ്മുടെ TG മോഹൻദാസ് ചേട്ടൻ ഒരിക്കൽ ഈ മാധ്യമപ്രവർത്തനെ കൊണ്ട് പറഞ്ഞത്, അന്നനാളത്തിൻ്റെ കീഴ്ഭാഗം കൊണ്ട് സംസാരിക്കുന്ന ആളെന്നാണ്. അത് ആൾക്ക് ഒറ്റ കേൾവിക്ക് മനസ്സിലാവത്തില്ല, എന്നാലും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഏറ്റവും അധാർമികമായി കള്ളം മാത്രം പറഞ്ഞ് ദുഷ്പ്രചാരണം നടത്തുന്ന ഒരു വൃത്തികെട്ട ചാനൽ സംസ്കാരം മലയാളത്തിന് സമ്മാനിച്ചത് ഈ റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ ചാനൽ എടുക്കുന്ന നിലപാട് നോക്കൂ. ഹിന്ദു നാമധാരികളെയൊക്കെ കണ്ടാൽ വല്ലാതെ ആക്രോശിക്കുക, പിന്നെ CPM-ന് വേണ്ടി കൈരളിയേക്കാൾ വലിയ വിടുപണി ചെയ്യുക. അതിനുള്ള കാരണം വേറൊന്നുമല്ല, CPM-നോട് കൂറൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ വിചാരിച്ചാൽ ആ ചാനലിൻ്റെ മുതലാളിമാരെ പീഡിപ്പിക്കാനും പേടിപ്പിക്കാനും കഴിയും. കാരണം സംസ്ഥാന സർക്കാരിന് കേസെടുക്കാവുന്ന ഒരുപാട് വകുപ്പുകളുണ്ട്. അതുകൊണ്ട് ഭരണം മാറി എങ്ങാനും UDF വന്നാൽ നോക്കിക്കോ, ഇതിൻ്റെ നിറം മാറും, ഓന്ത് തോറ്റുപോകും ഈ ചാനലിൻ്റെ നിലപാട് കണ്ടാൽ. അപ്പോൾ അവർ ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി എന്ന് പറയുന്ന 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്ന നിലപാട്, അദ്ദേഹം എന്ത് വർഗീയത പറയുന്നത്? അദ്ദേഹം പറഞ്ഞ മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായത്തിന് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഈഴവ സമുദായത്തിന് ഹിന്ദുക്കൾക്ക് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇത് പറഞ്ഞാൽ വർഗീയതയാണോ? കണക്കല്ലേ പറയുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഡെമോഗ്രാഫിയിലുണ്ടാകുന്ന വർധനവ് പറഞ്ഞാൽ വർഗീയതയാണ്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു, മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞാൽ വർഗീയത. ഡാറ്റ പറയാൻ പാടില്ല. ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഹണി വർഗീസ് എന്ന് പറയുന്ന വർഗീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി പുറപ്പെടുവിച്ച ഈ അതിജീവിതയുടെ കേസിലെ വിധി, അത് മലയാളത്തിൽ വായിച്ച് പറയാൻ പാടില്ല, തെറ്റാണ്. അത് അതിജീവിതക്കെതിരാണ്. കോടതി എഴുതി വെച്ചിരിക്കുന്ന മലയാളത്തിൽ, ഇംഗ്ലീഷിലുള്ള മലയാളത്തിലാക്കി പറഞ്ഞാൽ തെറ്റാണ്. അത് മലപ്പുറത്തെ സംബന്ധിച്ചുള്ള ഡാറ്റ പറയാൻ പാടില്ല. മലപ്പുറത്ത്, ഈ പറയുന്ന മലപ്പുറത്ത് 2 മാസം മുമ്പ് ഇന്ത്യയിലെ ഏതാണ്ട് 21ഓളം സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ, 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചു. ഏതെങ്കിലും ഈ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഏതെങ്കിലും പത്രത്തിൽ വാർത്ത വന്നിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ഇങ്ങനെ ഈ പിഞ്ഞാണിക്കടയിൽ കയറിയ കാളക്കൂറ്റനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ കാളക്കൂറ്റിൻ്റെ സ്വഭാവത്തോടെയാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ നിറക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഇവരുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാരെ വിറ്റ കാശ് കയ്യിലുള്ളത്. ആ മനുഷ്യൻ അതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ വെറുതെ ഒന്നുമല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ കായികമായി ആക്രമിച്ച ആളുകൾ വെട്ടിക്കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചത്. വടിവാൾ കൊണ്ട് ചന്നം പിന്നം വെട്ടിയിട്ടുണ്ട് പുള്ളിയെ. അങ്ങനെയുള്ള വെള്ളാപ്പള്ളിയാണ് ഇവന്മാരൊരു മയക്കം കൊണ്ടൊന്ന് പേടിപ്പിക്കാൻ ചെന്നത്. 85 വയസ്സിന് മുകളിലുള്ള ഒരു മനുഷ്യനാണെന്നുള്ളത് നോക്കാതെ അധാർമികമായി ചെന്നപ്പോൾ അദ്ദേഹം രോഷാകുലനായി പ്രതികരിച്ചു. എന്താ ഇവരുടെയൊക്കെ എല്ലാ ഞാനും മാധ്യമപ്രവർത്തനം നടത്തും. മാധ്യമപ്രവർത്തകർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ല. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സ്വാതന്ത്ര്യമൊന്നുമില്ല. എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം മാത്രമാണ് മാധ്യമപ്രവർത്തകർക്കുള്ള, അറിയാനും അറിയിക്കാനും പറയാനുള്ള അവകാശം. അതല്ലാതെ മാധ്യമപ്രവർത്തക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു സാധനം ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലെന്നേ. പിന്നെ മാധ്യമപ്രവർത്തകർക്ക് ചെല്ലുമ്പോൾ ആളുകൾ ആദരവ് കാണിക്കുന്നു, ബഹുമാനം കാണിക്കുന്നു എന്നൊക്കെയുള്ളത് ആളുകൾ തരുന്നൊരു പരിഗണന മാത്രമാണ്. തെമ്മാടിത്തരം കാണിച്ചാൽ അവർ മുണ്ടും മടക്കി കൊന്ന് കാലവാരി നിലത്തിലേക്കും. അതുകൊണ്ടാണ് അവർ മാപ്ര എന്ന് വിളിക്കുന്നത്. ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റാണ്. ബഹുമാനം കൊടുത്താൽ ബഹുമാനം കിട്ടും. വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോക്കൃത്തം കാണിക്കാൻ ചെന്നാൽ ഇഫ് യു ആർ ബാഡ് ഐ ആം യുവർ ഡാഡ് എന്നൊരു ചൊല്ലാണ്. നീ
മോശമാണ്, ഞാൻ നിൻ്റെ തന്തയാണ് എന്നാണ് എൻ്റെ പച്ച പറയണം. അപ്പോൾ മോശമായി പെരുമാറാൻ വെള്ളാപ്പള്ളി എടുത്ത് ചെന്നാൽ അയ്യോ എന്ന് പേടിച്ചോടി മാപ്രയല്ലേ, അത് വല്ലതും പറയാൻ പറ്റുമോ, റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്ന ആളൊന്നും അല്ല വെള്ളാപ്പള്ളി. ഈ പ്രായത്തിൽ വന്ന് വെള്ളാപ്പള്ളി തെളിയിച്ചു. എനിക്ക് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനൽ കുറച്ചു കാലത്തായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ മേലുള്ള കുതിരകയറ്റത്തിന് തക്ക മറുപടി കേരളത്തിൽ കൊടുത്ത ഒരാൺകുട്ടി കേരളത്തിൽ ബാക്കിയുണ്ടെന്ന് വെള്ളാപ്പള്ളി തെളിയിച്ചു. അതാണ് ഈ റിപ്പോർട്ടറിൻ്റെ ജനുവരി 2-ാം തീയതി 3:38 PM പോസ്റ്റ് ചെയ്ത അവരുടെ പേജിലൊരു വാർത്ത ഞാനിന്ന് വായിക്കാം. അപ്പോൾ റിപ്പോർട്ടർ നിലവിളിക്കുകയാണ്, സത്യമായിട്ടും റിപ്പോർട്ടർ നിലവിളിക്കുകയാണ്. റിപ്പോർട്ടർ എന്തൊക്കെ പറയുന്നറിയോ? റിപ്പോർട്ടർ അവസാനം പറയുന്നതെന്നറിയോ? അതാദ്യം പറയാം, ആദ്യം വായിച്ചിട്ട് മൊത്തം വായിക്കാം. വെള്ളാപ്പള്ളിയുടെ തീവ്രവാദി പരാമർശത്തെ വാർത്താ സമ്മേളനത്തിലെത്തിയ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തു. റഹീസിൻ്റെ പേരാണോ പ്രശ്നമെന്നും അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുമുള്ള മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അല്ല, ഞാനതങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ എന്നൊന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അവൻ റഹീസ് എന്ന് പറഞ്ഞ അവൻ്റെ മാധ്യമപ്രവർത്തനത്തിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എനിക്കറിയാം. എന്താ, വെള്ളാപ്പള്ളിക്ക് കേരളത്തിൽ എവിടെ നിന്നും ഏത് ഗ്രാമത്തിൽ നിന്നും ഡാറ്റ കിട്ടാൻ, വിവരം കിട്ടാനുള്ള സംവിധാനമുള്ള ഒരു സംഘടന വെള്ളാപ്പള്ളിയുടെ കയ്യിലുണ്ട്. തന്നെ ചോദ്യം ചെയ്യണമെന്നും പറയാനുള്ളത് താൻ പറയുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തൻ്റെ അനുഭവത്തിൽ നിന്നാണ് അത് പറയുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഏത് തീവ്രവാദ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം തൻ്റെ അനുഭവത്തിൽ നിന്നാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു, കൂട്ടിച്ചേർത്തു. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തനോട് താൻ ആരാണെന്നും കൂടുതൽ കസർക്കണ്ടെന്നും കളിക്കണ്ടെന്നും വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. സ്വന്തം റിപ്പോർട്ടറെ വെള്ളാപ്പള്ളി പഞ്ഞിക്കെട്ടനെ അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുക. അവനെ ആഞ്ഞടിച്ചു, റിപ്പോർട്ടറുടെ മേലെ ആഞ്ഞടിച്ചു. പിന്നെ എന്നിട്ട് മൈക്ക് ചൂണ്ടി ഇത് വലിച്ചെറിയണോ എന്ന് ചോദിച്ച വെള്ളാപ്പള്ളി മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞു. അവൻ്റെ മൈക്കെടുത്ത് തോട്ടിക്കളയാന്ന് പോയി വെള്ളാപ്പള്ളി. മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞു. മാധ്യമപ്രവർത്തനെ നോക്കി താൻ ഇവിടെ കുറേ കസറിയെന്നും ഇവിടെ കസറുണ്ടെന്നും താൻ അവിടെ കുറേ കസറിയെന്നും ഇവിടെ കസറുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തൻ്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കേണ്ടെന്നും താൻ പറയുന്നത് കേട്ടാൽ മതിയെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി റിപ്പോർട്ടറിൻ്റെ മൈക്കിന് മുകളിൽ ആഞ്ഞിടിക്കുകയും ചെയ്തു. ഇവന്മാർ വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാനില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നിലവിളി, എൻ്റെ മൈക്കിടിച്ച് എൻ്റെ റിപ്പോർട്ടറോട് നീ കളിക്കല്ലെന്ന് പറഞ്ഞടാ, നീ ഒരു പുല്ലും ഒരു ചുക്കും ചെയ്യത്തില്ലടാ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വാർത്ത കൊടുത്തിരിക്കുകയാണ് റിപ്പോർട്ടർ. എനിക്കതിന് ഇഷ്ടമായി കേട്ടോ. ഇനി ബാക്കിയൂടെ ഞാൻ വായിക്കാം, ആദ്യം മുതൽ വായിക്കാം. റിപ്പോർട്ടറിലെ വാർത്ത. ആലപ്പുഴ റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമ പ്രവർത്തകൻ റഹീസ് റഷീദിനെ അധിക്ഷേപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. റഹീസിനെ തനിക്കറിയാമെന്നും അയാൾ മുസ്ലിങ്ങളുടെ വലിയ വക്താവാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈരാറ്റുപേട്ടക്കാരനായ റഹീസ് MSF നേതാവാണ്. അയാൾ തീവ്രവാദിയാണ്. അയാളെ ആരോ പറഞ്ഞയച്ചതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കഴിഞ്ഞ ദിവസം റഹീസ് ചോദിച്ച ചോദ്യത്തിൽ പ്രകോപിതനായി വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടറുടെ മൈക്ക് തട്ടിമാറ്റിയിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുവാണേ, തിരുവനന്തപുരത്ത് ഡൽഹിയിൽ കേരള ഹൗസിലാണെന്ന് തോന്നുന്നു, സുരേഷ് ഗോപിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ് സുരേഷ് ഗോപി പോകുമ്പോൾ ഒരു മാധ്യമപ്രവർത്തനം പുറകിൽ നിന്ന് സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലുന്ന ആക്ഷൻ കാണിച്ചു. ഓർക്കുന്നില്ലേ? ഇവന്മാരൊക്കെ മാധ്യമപ്രവർത്തനം എന്നുള്ളതിൻ്റെ വേഷം കെട്ടി നടക്കുന്ന സിദ്ദിഖാപ്പന്മാരാണ്. രാജ്യം നശിപ്പിക്കാനും ബോംബ് വെക്കാനും, ഹിന്ദു ആണെങ്കിൽ കാഫറാണെങ്കിൽ അവനെ കൊല്ലണമെന്നുള്ള മനോഭാവം നടക്കുന്ന കുറേ പേര് മാധ്യമപ്രവർത്തകരുടെ വേഷത്തിൽ കയറിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ മാസം ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോളർ ടെററിസം, വെള്ളക്കോളർ ഭീകരവാദം, ഡോക്ടർമാരുടെ വേഷത്തിൽ, ഡോക്ടർമാർ മാത്രമൊന്നുമില്ല മാധ്യമപ്രവർത്തനം ഉണ്ടെന്നേ വെള്ളാപ്പള്ളിക്ക് അതറിയാൻ നന്നായിട്ട്. മൈക്ക് തട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയമടക്കം വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ അധിക്ഷേപം. കാരണം നാട്ടുകാരെ മുഴുവൻ അധിക്ഷേപിക്കുന്നവരെ അധിക്ഷേപിക്കാൻ ഇപ്പോൾ ഒരാൾ വന്നു. വേണം, കിട്ടേണ്ടത് കണക്ക് കൂട്ടി ഒന്നിച്ച് കിട്ടി. ഒന്നുമില്ലെങ്കിലും താനൊരു പ്രായമുള്ള ആളല്ലേ എന്നും മര്യാദ കാണിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സംസാരിക്കേണ്ടതിന് ഒരു രീതിയുണ്ട്, പെരുമാറ്റത്തിൽ പക്വത കാണിക്കണം. ഒന്നുമില്ലെങ്കിലും ആ മാധ്യമ പ്രവർത്തകൻ്റെ അപ്പൂപ്പനാകാനുള്ള പ്രായം തനിക്കല്ലേ. ധാർഷ്ട്യത്തോടെയാണ് അയാൾ സംസാരിച്ചത്. മൈക്കുമായി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തട്ടി മാറ്റുകയായിരുന്നു എന്നും വെള്ളാപ്പള്ളി ന്യായീകരിച്ചു. റിപ്പോർട്ടറിനെതിരെ കടുത്ത ആക്ഷേപമാണ് വെള്ളാപ്പള്ളി ഉയർത്തിയത്. റിപ്പോർട്ടറിന് മുന്നിൽ മറ്റാരോ പ്രവർത്തിക്കുന്നു എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആരോപണം. രാഷ്ട്രീയക്കാരും ചാനലുകളുമായി റിപ്പോർട്ടർ ഏറ്റുമുട്ടലിലാണെന്നും അങ്ങനെ മുട്ടാൻ ഇവരെന്താ പൊന്നുതമ്പുരാനാണോ എന്നും വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചു. റിപ്പോർട്ടർ തന്നെ വേട്ടയാടുകയാണ്. താൻ ചില സത്യങ്ങളാണ് പറയുന്നത്. താൻ പറയുന്ന സത്യങ്ങളാണെന്ന് പറയുന്നതിന് പകരം റിപ്പോർട്ടർ വേട്ടയാടുകയാണ്. താൻ എന്താ തെറ്റ് ചെയ്തത്? താൻ എന്താ പറഞ്ഞത്? മലപ്പുറത്ത് തങ്ങൾക്ക് സ്കൂളും കോളേജുമില്ല എന്നാണ് പറഞ്ഞത്. അതിൽ എന്തിനാണ് റഹീസിനും റിപ്പോർട്ടർക്കും ഇത്ര വിഷമം എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. വെള്ളാപ്പള്ളിയുടെ തീവ്രവാദം അപ്പോൾ നേരത്തെ വായിച്ചതാണ്. കൂടുതൽ കസറണ്ട എന്നൊക്കെ പറഞ്ഞാൽ മൈക്ക് ആഞ്ഞടിച്ചു എന്നൊക്കെ പറഞ്ഞു, അത് ഞാൻ വിടുന്നു. മുസ്ലിം ലീഗിനെതിരെയും വെള്ളാപ്പള്ളി രംഗത്തെത്തി. മലപ്പുറത്ത് ലീഗുകാർക്ക് 48 അൺഎയ്ഡഡ് കോളേജുകളും 7 എയ്ഡഡ് കോളേജുകളും ഉണ്ടെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. SNDPക്ക് ഒരു അൺഎയ്ഡഡ് കോളേജ് പോലും ഇല്ല. ലീഗുകാർക്ക് മുട്ടിനാണ് കോളേജുകൾ.
സാമൂഹിക നീതി നടപ്പാക്കണം, അത് നടപ്പിലാക്കിയോ എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു. ആത്മപരിശോധന നടത്താൻ ലീഗിനെ വെല്ലുവിളിക്കുകയാണ്. താൻ കാര്യങ്ങൾ പറയുമ്പോൾ മതവിദ്വേഷിയാവുകയാണ്. മുസ്ലിം സമുദായത്തെ പറഞ്ഞിട്ടില്ല. മതകലഹം ഉണ്ടാക്കാനുള്ള കുത്സിത ശ്രമമാണ് ലീഗ് നടത്തുന്നതെന്നും റിപ്പോർട്ടർ പറഞ്ഞു. റിപ്പോർട്ടറിൽ പറയാത്തൊരു കാര്യം വെള്ളാപ്പള്ളി പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. വീണ്ടും ഒരു മാറാടുണ്ടാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വെള്ളാപ്പള്ളി ഏതായാലും നല്ല ഭേഷ കൊടുത്തിട്ടുണ്ട്. കരക്കാരെ മുഴുവൻ ആക്രമിക്കുമ്പോൾ എന്തെങ്കിലും ഒരാൾ തൻ്റെ അന്തകനായിട്ട് വരും എന്ന് എല്ലാവരും ഓർക്കണം. അത് ലോകനീതിയാണ്, കാവ്യനീതിയാണ്, എല്ലാവർക്കും ബാധകമാണ്, റിപ്പോർട്ടറിനും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. എനിക്കും ബാധകമാണ്, പ്രജിതയ്ക്കും ബാധകമാണ്, പ്രേക്ഷകനും ബാധകമാണ്, വെള്ളാപ്പള്ളിക്കും ബാധകമാണ്. കാരണം ഒരാൾ വരും നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ, നമ്മൾ പറയുന്നത് ശരിയല്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഒരാൾ വരും. അങ്ങനെ ഒരാൾ ഇപ്പോൾ വന്നിരിക്കുന്നു. റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത്ര ശക്തമായി അതിനെതിരെ പ്രതികരിച്ച ഒരാൾ മലയാളത്തിലുണ്ടാവില്ല. ഈ 2025 ഏറ്റവും ശോഭനകരമായ 2026 ഏറ്റവും ശോഭനകരമായ കാര്യം, റിപ്പോർട്ടർ ചാനലിനെ തിരിഞ്ഞു നിന്ന് 4 എണ്ണം പറയാൻ കേരളത്തിൽ ഒരു ആൺകുട്ടി ബാക്കിയുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തെളിയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.